Good morning, students. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒന്ന് ഓർക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ ഗ്യാസ് when its volume is remain constant, what happens is the heat supplied is completely used to increase the internal energy. So this is a internal energy delta U, and delta U equal to CV into delta T. Suppose we are taking 1 mole of gas, it is CV into delta T. From that, CV equal to du by dt or delta U by delta T. ഇത് നമ്മൾ മേയേഴ്സ് റിലേഷൻ ചെയ്തപ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മേയേഴ്സ് റിലേഷൻ പഠിച്ച സമയത്ത് ഈ കാര്യം നമ്മൾ പഠിച്ചതാണ്. സി വി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അഥവാ ടി യു ബൈ ഡി ടി എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ അത് ഓർമ്മിപ്പിക്കാൻ കാരണം ഇനി അടുത്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നും അതിൻ്റെ ഗാമയുടെ ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട്, അതിനകത്ത് ഈ കാര്യം വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നോക്കാം. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എ മോളിക്യൂൾ ഫ്രീ ടു മൂവ് ഇൻ സ്പേസ് നീഡ്സ് 3 കോർഡിനേറ്റ് സ്പെസിഫൈ. നമുക്കൊരു പോയിൻ്റ് ഓബ്ജക്റ്റിനെ സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ മോഷനാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 3 കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് വെച്ച് മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മോഷൻ ഒരു പ്ലെയിനിൽ മാത്രം മൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് 2 കോർഡിനേറ്റ് മതിയാവും. എന്നാൽ ഒരു സിംഗിൾ ലൈനിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണെന്ന് നോക്കാം. അതായത് അതിന് ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 1 കോർഡിനേറ്റ് മതി, എക്സ് കോർഡിനേറ്റ് മാത്രം അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് മാത്രം മതി അതിൻ്റെ ലൊക്കേഷൻ അഥവാ അതിൻ്റെ പൊസിഷൻ പറയാനായിട്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓബ്ജക്റ്റിൻ്റെ മോഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് എന്താണ് ട്രാൻസ്ലേഷൻ മോഷൻ, റൊട്ടേഷൻ മോഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഓഫ് എ ബോഡി ആസ് എ ഹോൾ ഫ്രം 1 പോയിൻറ്റ് ടു അനദർ. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നതിനാണ് സ്ഥാനാന്തര ചലനം അഥവാ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഒബ്ജക്റ്റ് 3 ഡയമെൻഷനിൽ അഥവാ സ്പേസിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാം. സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ആ സിസ്റ്റമെങ്കിൽ ഓരോ ട്രാൻസ്ലേഷൻ മോഡിലും ഉള്ള ആവറേജ് എനർജി എന്ന് പറയുന്നത് 1/2 kBT ആയിട്ട് വരും. ഉദാഹരണത്തിന് 3 ഡയമെൻഷനിലാണെങ്കിൽ 1/2 kBT പ്ലസ് 1/2 kBT പ്ലസ് 1/2 kBT അങ്ങനെ 3/2 kBT ആണ് എനർജി, കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മൾ നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ട്. ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ കൈനറ്റിക് എനർജി കൊണ്ട് 3/2 kBT എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നിലും 1/2 kBT, 1/2 kBT, 1/2 kBT. ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ 1/2 kBT ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് ഇതാണ്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ആക്ച്വലി. അത് നോക്കുക, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T, the total energy is distributed equally in different degrees of freedom. The energy in each degree of freedom is equal to 1/2 kBT. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ടോട്ടൽ എനർജി ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരാശയം. സ്പേസിൽ മൂവ് ചെയ്യുന്ന ഈ ഒരു മോളിക്യൂളിന് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടാതെ വൈബ്രേഷണൽ ഫ്രീഡം കൂടി ഉണ്ടാകും. വൈബ്രേറ്റ് ചെയ്യും മോളിക്യൂൾസ്, മോഷൻ മൂവ് ചെയ്യുക മാത്രമല്ല വൈബ്രേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. മാത്രമല്ല ഡയറ്റ് മോളിക്യൂൾസും മൾട്ടി മോളിക്കുലർ ഉള്ള നമ്പേഴ്സുള്ള മോളിക്യൂൾസൊക്കെ അത് വൈബ്രേഷൻ കൂടാതെ റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടാവും. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ടാവും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ ഓരോ റൊട്ടേഷനിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം കൂടും. അത് നമുക്ക് ഓരോ ടൈപ്പ് മോളിക്യൂൾസ് എടുക്കുമ്പോൾ പഠിക്കാം. ഉദാഹരണത്തിനൊക്കെ ആദ്യം മോണോആറ്റോമിക് മോളിക്യൂൾ.
ഇപ്പോൾ മോണോ ആറ്റമിക് മോളിക്യൂളിൻ്റെ കാര്യം, ഒറ്റ ആറ്റം മാത്രമുള്ള മോളിക്യൂളിൻ്റെ കാര്യം. ഇപ്പോൾ ഹീലിയം പോലെയുള്ള സിംഗിൾ മോണോആറ്റമിക് ഗ്യാസ്. അതിന് ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഉണ്ടാവുള്ളൂ. അഥവാ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷനുള്ള ആ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഒരു മോണോആറ്റമിക് ഗ്യാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജി എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ എനർജി ഓഫ് ദി മോളിക്യൂൾ അറ്റ് എ ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് 3 × ½ kBT ആണ്. ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ½ kBT ആണെന്ന് നമ്മൾ കണ്ടു. ഇക്വിപാർട്ടീഷൻ തിയറി പറഞ്ഞു. അങ്ങനെ മോണോആറ്റമിക് മോളിക്യൂളിൻ്റെ 3/2 kBT ആണ് വരിക. ഇൻറ്റേർണൽ എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുന്നത് 3 times ദ ഇൻറ്റേർണൽ എനർജി ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനനുസരിച്ച് നോക്കുമ്പോൾ 3/2 kBT ആണ് വരിക. ഇനി അത് നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇത് 1 mole ഓഫ് മോണോആറ്റമിക് ഗ്യാസ് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഒരു മോളിക്യൂളിൻ്റെയാണ്. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എത്ര ഉണ്ടാവും? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് അതിനെ നമ്മൾ NA അഥവാ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ KB × NA എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. KB × NA അതെന്ന് പറയുന്നത് 6 ആണ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 3/2 RT എന്ന ഇക്വേഷൻ മാറ്റി എഴുതാം. അപ്പോൾ അതാണ് യുവിൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. CV = dU/dt. മറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ നമുക്ക് പറയാം U = CV = dU/dt എന്ന് പറയാം. അപ്പോൾ അവിടെ ഈ യുവിന് പകരം യുവിൻ്റെ ഇക്വേഷനായ 3/2 RT എന്നിട്ട് കൊടുക്കും. അപ്പോൾ അതായത് എന്താ ചെയ്തിരിക്കുന്നത്? വി ആർ ടേക്കിംഗ് d/dt ഓഫ് 3/2 RT. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ dt/dt 1 ആയിട്ട് പോയിട്ട് 3/2 R എന്ന് ആൻസർ കിട്ടും. അപ്പോൾ CVയുടെ ആൻസർ എന്താണ്? 3/2 R. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ പറയുന്നതാണ് CP - CV = R എന്നല്ലേ. അപ്പോൾ അതിൽ നിന്ന് CP = CV + R എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ അവിടെ CVക്ക് പകരമായിട്ട് ഈ 3/2 R എന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നതാണ് 3/2 R + 1 more R, that becomes 5/2 R. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് CPയുടെ ഇക്വേഷൻ ഉണ്ട് 5/2 R, CVയുടെ ഇക്വേഷൻ ഉണ്ട് 3/2 R. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആയിട്ടുള്ള ഗാമ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. മോണോആറ്റമിക് ഗ്യാസിൻ്റെ ഗാമ CP/CV ആണ് ഗാമ എന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കുക. CP/CV ആണ് ഗാമ. അപ്പോൾ ഗാമ കാണുമ്പോൾ 5/2 R/3/2 R വി ഗെറ്റ് എ നമ്പർ 5/3. അപ്പോൾ അതിനർത്ഥം ഏതൊരു മോണോആറ്റമിക് ഗ്യാസിൻ്റെയും റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ഗാമ 5/3 ആണ്. ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഡെറിവേഷൻ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് തന്നെ. ഇതിൽ ഈ വാല്യൂ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കുക. ഗാമ = 5/3 R ഫോർ മോണോ ആറ്റോമിക് ഗ്യാസ്. ഇനി നമുക്ക് ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസിന് എങ്ങനെയിരിക്കും നോക്കാം. ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ 2 തരത്തിലാകാം. റിജിഡ് റൊട്ടേറ്റർ ആകാം, നോൺ റിജിഡ് റൊട്ടേറ്റർ ആകാം. ഇപ്പോൾ റിജിഡ് റൊട്ടേറ്റർ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് നോക്കാം. റിജിഡായിട്ടുള്ള മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യില്ല. റിജിഡായിട്ടുള്ള ഡയാറ്റോമിക് മോളിക്യൂൾസ് ഡസ് നോട്ട് വൈബ്രേറ്റ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ഏതൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. പക്ഷെ അത് റൊട്ടേറ്റ് ചെയ്യും. 2 മോളിക്യൂൾസ് തമ്മിൽ ഒരു ബോണ്ട് ചെയ്തിരിക്കുകയല്ലോ. അപ്പോൾ ആ തമ്മിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. അങ്ങനെ ആൾ ടുഗദർ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡയാറ്റോമിക് മോളിക്യൂളിന് ഉണ്ടാകും. 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ½ kBT അല്ലേ. അപ്പോൾ 5 × ½ kBT ആണ് ആകെ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഡയാറ്റോമിക് മോളിക്യൂൾ വിച്ച് ഈസ് റിജിഡ്. അത് ഇതുപോലെ തന്നെ സ്റ്റെപ്സിലൂടെ സെയിം സ്റ്റെപ്സാണ്, ഒന്നുകൂടി പറയുന്നില്ല. സെയിം സ്റ്റെപ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഗാമയുടെ വാല്യൂ 7/5 എന്ന് കിട്ടും. റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ഫോർ ഡയാറ്റോമിക് മോളിക്യൂൾ റിജിഡ് 1. ഇനി അത് തന്നെ ഡയാറ്റോമിക് മോളിക്യൂൾ നോൺ റിജിഡ് റൊട്ടേറ്റർ, അതായത് കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂൾസ്, അവിടെ പ്രത്യേകത റിജിഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർ വൈബ്രേറ്റും കൂടി ചെയ്യും. എക്സ്ട്രാ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി ഈ നോൺ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾസിന് ഉണ്ടാകും. അങ്ങനെ ഈ നോൺ റിജിഡുകാർക്ക് 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. 3 ട്രാൻസ്ലേറ്റർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 റൊട്ടേഷൻ ഫ്രീഡം, ഇതുകൂടാതെ ഒരു എക്സ്ട്രാ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെയൊക്കെ കൂടി 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവർക്കുണ്ടാവും. അപ്പം അങ്ങനെ ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ
ആകെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 7 ടൈംസ് ഹാഫ് KBT അഥവാ 7/2 KBT ഒരു ഇക്വേഷൻ. പിന്നീട് നമുക്ക് ഗാമ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഗാമ CP/CV റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ഫോർ ഡയറ്റമിക് മോളിക്യൂൾ നോൺ റിജിഡ് 9/7 ആണ് അതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, ഇനി പോളിയാറ്റമിക് മോളിക്യൂളിൻ്റെ കൂടെ നോക്കിയാക്കാം. പോളിയാറ്റമിക് മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 6+2 ടൈംസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവ് ആണ്, നമ്പർ ഓഫ് ആറ്റംസ് ഇൻവോൾവ്ഡ് ആണ്. അതിങ്ങനെ എൻ്റെ കണക്ക് വരിക 3 ട്രാൻസ്ലേറ്റർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 റൊട്ടേഷണൽ ഫ്രീഡം. 3 എന്ന് പറഞ്ഞാൽ 3 സെപ്പറേറ്റ് മോളിക്യൂൾസ് ആണ് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ 2 വെച്ചുള്ള റൊട്ടേഷനാണ് വരിക. അപ്പോൾ 1, 2, 3 ആണ് മോളിക്യൂളെങ്കിൽ 1 and 2 ഒരു ഗ്രൂപ്പ്, 2 and 3 ഒരു ഗ്രൂപ്പ്, 1 and 3 ഒരു ഗ്രൂപ്പ്, അങ്ങനെ അവർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ 3 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അങ്ങനെ 6+2F ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് പോളി ആറ്റമിക് മോളിക്യൂളിന് ഉണ്ടാകുക. ഓക്കെ.